ഹായ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞങ്ങളിപ്പോൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ എപ്പോഴും ഫുഡ് ബ്ലോഗൊക്കെ അല്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വ്ലോഗായിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോണത് അതിരപ്പിള്ളി വാഴച്ചാലാണ്. അപ്പോൾ ഞങ്ങൾ ബുള്ളറ്റിന് ഞാനും ഹസ്ബൻഡും മോനും കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് രണ്ടുപേരും സ്കൂളിൽ നിന്നൊക്കെ. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഫാമിലി പോകുന്നത്. പിന്നെ ഈ കാണുന്ന വ്യൂ ആട്ടോ ആദ്യത്തെ ഏഴാറ്റുമുഖം റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യൂ ഇതാണ്. അങ്ങോട്ട് പോകുമ്പോഴുള്ള മലയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിൻ്റെ അടിയിൽ തന്നെ പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടെ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലും ഈ ബീച്ച് അങ്ങനെയുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം മല, പുഴ, അരുവി അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതും കാണുന്നതും എല്ലാനും. പിന്നെ ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴാറ്റുമുഖം റൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ ഒരുപാട് ഈ പാം പ്ലാന്റേഷൻസ് കാണാൻ പറ്റും. എണ്ണപ്പനയുടെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കുരങ്ങന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനുഷ്യരല്ലട്ടോ ഉദ്ദേശിച്ചത്, മനുഷ്യർ വേറെ നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പം നല്ല തിരക്കുള്ള ടൈമാണ്. ബിക്കോസ് നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഓണം വെക്കേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ വഴിയിൽ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യൂ പോലെ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം ആ ഒരു ഏരിയയിലെ ആ ഒരു വ്യൂ ആട്ടോ. അവിടുത്തെ പുഴ, അവിടുത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഒരു 1-2 വർഷം മുന്നേ ഏഴാറ്റുമുഖം പോയിരുന്നു. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയിരുന്നത്. അത് ആ സമയത്ത് പക്ഷേ ഒരുപാട് വെള്ളം കൂടുതലുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് പോയി കണ്ടു പോരാനേ പറ്റിയുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ല കറക്റ്റ് വാട്ടർ ലെവലാണ്. എല്ലാവർക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ലെവലാണ്. ഇതെന്ന് പറയുന്നത് വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ. എനിക്ക് ഈ എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഈ അരുവി ഒഴുകി വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ തന്നെ ഇതിൽ കാണുന്നത് നമ്മളുടെ സിൽവർ സ്റ്റോമാണ്. ഇതുമായിട്ടുള്ള എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ 3rd സ്റ്റാൻഡേർഡിൽ നിന്ന് ഞാൻ ടൂർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അന്ന് ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അട്രാക്ട് ചെയ്യാനായിരിക്കാം. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ചെണ്ടമേളക്കാരൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നിറയെ ട്രാവലറാണ്. പല സ്ഥലങ്ങളിൽ നിന്നും മലയാളീസ് മാത്രമല്ല ഒരുപാട് പല നാട്ടിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ അതിരപ്പള്ളിക്കുള്ള ജസ്റ്റ് ഇനി എത്താൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെതറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് ഒരുപാട് വെയിലാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റി. അങ്ങനെ നമ്മുടെ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കുട്ടിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 100 രൂപയാണ് ആയുള്ളൂ. പിന്നെ ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് അതിരപ്പള്ളി, വാഴച്ചാൽ അതിന് രണ്ടിൻ്റെയും ഇടയിൽ കൂടെ ഒരു ചാർപ്പ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ ഉണ്ട്. അതും നമുക്ക് ജസ്റ്റ് കാണാം. ഞങ്ങൾ പക്ഷേ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മോനായിട്ടാ പോകുന്നത്. അവൻ അത്യാവശ്യം അങ്ങനെ അവന് അപരിചിതമായിട്ടൊന്നുമില്ല. എല്ലാം അവന് നല്ല പരിചയമുള്ള പോലെ അവൻ പോയിക്കളയും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വ്യൂ, നമ്മൾ ഈ സിനിമയിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന നമ്മുടെ അതിരപ്പള്ളിയുടെ മെയിൻ ആയിട്ടുള്ള വ്യൂ ഇല്ലേ, നമ്മളുടെ വാട്ടർഫോളിൻ്റെ മെയിൻ, ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയത് ഒരുപാട് ആൾക്കാരുണ്ട്. വെയിൽ ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിന് ആ വെയിലിനൊരു ചൂടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. പക്ഷേ ഈ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ കണികകൾ നമ്മളുടെ സൺലൈറ്റുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ റെയിൻബോ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവനൊക്കെ നന്നായിട്ട് ആ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 2 അങ്ങോട്ടാണ് നമ്മളുടെ ഈ അതിരപ്പള്ളിയിലൊക്കെ മെയിൻ ആയിട്ടുള്ള സീസൺസ് എന്ന് പറയുന്നത്. എന്ത് ഭംഗിയാണെന്ന് അറിയോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ അവിടെ പോയി നന്നായിട്ട് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. കാരണം പണ്ടെപ്പോഴോ വന്ന് ജസ്റ്റ് പോയതാണ്. കറക്റ്റ് ഓർമ്മയൊന്നുമില്ല. ജസ്റ്റ് വന്നെന്ന് മാത്രം അറിയാം. അങ്ങനത്തെ എന്തോ ഒരു ഓർമ്മയേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ പ്രായത്തിൽ വന്നെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ ആ മുകളിലത്തെ വ്യൂ കണ്ടിട്ട് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. ബാക്കിയുള്ള ആ വെള്ളം വീഴുന്ന ആ ഭാഗമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നല്ല കരിങ്കല്ല് പാകിയിട്ടുള്ള ഒരു ഇറക്കമാണ്. ഒരുപാട് ആൾക്കാർ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇറക്കത്തിനേക്കാളും പാടായിട്ട് തോന്നിയത് കയറ്റമായിരുന്നു. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, അവർക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ജസ്റ്റ് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് ചെന്ന് കഴിഞ്ഞാലാണ് കറക്റ്റ് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പേരാണ് വന്നിരിക്കുന്നതെന്ന്.
അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. നല്ല അടിപൊളി സൗണ്ടാണ്. ഞാൻ പിന്നെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും കിട്ടണ്ടെന്ന് കരുതിയിട്ട് അതൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് അലോ ചെയ്യില്ല. അതിന് തൊട്ടിപ്പുറത്ത് നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് എന്താണ് നമ്മുടെ ടി വിയിൽ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കല്ലിൻ്റെയൊക്കെ മുകളിൽ കയറി പല പോസ്റ്റേഴ്സൊക്കെ എടുക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നും മുതിർന്നില്ല. എന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ നേരം നോക്കി നിന്നു. പിന്നെ അവിടെ ഏറ്റവും മെയിനായിട്ട് മഴവെള്ളം ഇങ്ങനെ മുഖത്തേക്ക് ചാറ്റൽ മഴ പോലെയാണ് അവിടുത്തെ ആ വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴുന്നത്. എന്ത് രസമാണെന്നറിയോ, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എനിക്കും മോനും ഹസ്ബൻഡ് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് തന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ചത് വാഴച്ചാലിലേക്കാണ്. അവിടെ നിന്ന് ഏകദേശം അതിരപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്ററിന് താഴെ എന്തോ ഉള്ളൂ ദൂരം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയും ഇതുപോലെ തന്നെ നിറയെ കാർ പാർക്കിംഗ് ആണ് ആ റൂട്ടിലേക്ക് മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാഴച്ചാൽ പോവാണ്. അതും ഇതുപോലെ നിറയെ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഉള്ള നല്ലൊരു റൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നിറയെ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, കാറിൻ്റെ മുകളിൽ 2 കുരങ്ങന്മാരിയ്ക്കുന്നുണ്ട്. ഞങ്ങൾ പോയ വഴി ഇതുപോലെ ആ അതിരപ്പള്ളിയിൽ ഇറങ്ങുന്ന വഴിയിൽ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ കുരങ്ങൻ മറ്റേ മായിൻ്റെ ബോട്ടിലൊക്കെ തട്ടിപ്പറിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ, പക്ഷേ ഡേഞ്ചറും ആണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഴച്ചാലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ കുറച്ചൊരു സ്പേസ്, നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. പ്രകൃതി രമണീനെ ഭയങ്കര കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്, എല്ലാവർക്കും വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്താൻ പാടില്ല എന്ന് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ നിർത്തി കുറച്ച് നേരം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കണ്ട ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീമാണ് അരുവിയാട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് കഥകളിലൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഇതുപോലെ കളകളാരവത്തിൽ ഒഴുകുന്ന അരുവി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലെത്തി. അപ്പോൾ ടിക്കറ്റ് പറഞ്ഞ പോലെ 3 എടുത്തും ഒരെണ്ണം മതി. അതുകൊണ്ട് പിന്നെ വേറെ ടിക്കറ്റൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങളിതേ വാഴച്ചാലിലേക്ക് കയറുവാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എന്താണ് കുത്തനെ ഉള്ള കയറ്റങ്ങളൊന്നുമില്ല. നേരെ നമുക്കങ്ങ് ചെല്ലാം. ഇവിടെയും ആളുകൾ ഇഷ്ടംമാതിരി പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ സ്ലൈഡൊന്നും അത്ര നല്ല സ്ലൈഡൊന്നും ആയിരുന്നില്ല കേട്ടോ, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വാഴച്ചാലിലെത്തി. നമ്മുടെ മെയിനായിട്ടുള്ള വാഴച്ചാൽ വെള്ളച്ചാട്ടം നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ, ന്യൂസിലൊക്കെ എപ്പോഴും പ്രളയത്തിൻ്റെ സമയത്തൊക്കെ കാണിക്കുമായിരുന്നില്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ആണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. വളരെയധികം സന്തോഷമായി ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കണ്ടപ്പോൾ. കാരണം എപ്പോഴും നമ്മൾ വരുമ്പോൾ വെള്ളം ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ എന്തോ ജസ്റ്റ് ആ ഒരു ടൈം കറക്റ്റായിരുന്നു. നമുക്ക് അങ്ങനെ ഓവർ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളം വരവൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഒരു ഫുട്പാത്ത് പോലെയുണ്ട്. അതിൻ്റെ സൈഡിൽ അവിടുത്തെ അടുത്തുള്ള വീടുകളിലെ ആളുകൾ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 25 രൂപയാണ് അവർ നമ്മളിൽ നിന്ന് വാങ്ങിയത്. നമുക്ക് നഷ്ടമാണെങ്കിലും പക്ഷേ ഒന്നോർത്താൽ അവർക്ക് ഇതൊക്കെയല്ലേ കിട്ടാനുള്ളൊരു വരുമാനം. അപ്പോൾ അവർക്കൊരു ഹെൽപ്പാവും. പിന്നെ നമുക്ക് ആ ചൂടിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ദാഹത്തിനുള്ള ഒരു ഒരു പരിഹാരവും ആവും. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ തണ്ണിമത്തനാട്ടോ വാങ്ങിയത്. അതങ്ങനെ വാങ്ങിച്ചത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോയപ്പോഴും കണ്ട നമ്മളുടെ ഈ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ ഇടയിലുള്ള ചാർപ്പ വെള്ളച്ചാട്ടമാണ്. പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തത്. അവിടെ എന്തോ കൺസ്ട്രക്ഷനും കാര്യങ്ങളെന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. കാരണം ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് മാത്രം പോന്നു. അങ്ങനെ ഏകദേശം ഞങ്ങൾ വീടെത്താറായി. 7:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീടെത്തി. ഓക്കെ, ബൈ.